ഹായ് ഹലോ നമസ്കാരം. പിച്ച്3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ കേട്ടറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അതിൽ പറയുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കും. അതായത് നമുക്ക് ക്വാളിഫിക്കേഷൻ കിട്ടാതിരിക്കാൻ കാരണമാകും. ഓക്കെ, പഠിക്കാതെ പരീക്ഷ എഴുതുന്നത് മാത്രമല്ല നമുക്ക് ഈ യോഗ്യത കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം. അതിന് പല റീസൺസ് ഉണ്ട്. അതായത് നമ്മൾ OMR ഷീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും OMR ഷീറ്റ് അസാധുവാകും. നമ്മൾ എന്താവും, നമുക്ക് ക്വാളിഫിക്കേഷൻ ഇത്തവണയും കിട്ടാതെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എങ്ങനെയാണ്, ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ നിർദ്ദേശം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷ സുഖമായി പോയി എഴുതുക. എളുപ്പമായിരിക്കും. നന്നായിട്ടൊന്ന് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഓൾറെഡിയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവസാന ഘട്ടം മനസ്സിലാക്കണം, OMR ഷീറ്റ് പരിചയപ്പെടണം. OMR ഷീറ്റ് പരിചയപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണം, പരീക്ഷ എഴുതാൻ പോകണം. ഇത്തവണ എഴുതാൻ കഴിയും, നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു യോഗ്യതാ പരീക്ഷ മാത്രമാണ്. ഓക്കെ, മത്സര പരീക്ഷ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു ചോദ്യവും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വിടേണ്ടതില്ല. എല്ലാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതല്ലെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ ഒരു 50-50 നമുക്ക് ഉത്തരം അറിയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും നിങ്ങൾ ഓൾമോസ്റ്റ്. കാരണം എല്ലാം വായിച്ചൊരുവിധം എത്തിയ ആളുകൾക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ കാണുമ്പോൾ A ആണോ B ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ബാക്കി രണ്ടെണ്ണം അല്ല എന്നുള്ളതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം പരീക്ഷ എഴുതാതെ, ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം ഇതെന്താണ്, ഒരു യോഗ്യതാ പരീക്ഷ മാത്രമാണ്. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിലാദ്യം നമ്മുടെ ടൈം ടേബിൾ നിങ്ങൾക്കറിയാലോ. കാറ്റഗറി 1 എപ്പോഴാണ്, 29-ാം തീയതി വെള്ളിയാഴ്ച ഡിസംബർ 29-ന് രാവിലെയാണ് എക്സാം. 10 മണി മുതൽ 12:30 വരെയാണ് പരീക്ഷയുള്ളത്. അതേ ദിവസം തന്നെയാണ് ഉച്ചനേരത്താണ് 2 മണി മുതൽ 4:30 വരെയാണ് വെള്ളിയാഴ്ച എന്നുള്ളത് കാറ്റഗറി 2-ൻ്റെ എക്സാം. തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ 10 to 12:30 കാറ്റഗറി 3-യും അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ കാറ്റഗറി 4-ഉമാണ്. അപ്പോൾ ടൈം ടേബിളിൻ്റെ കേസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. കാറ്റഗറി 1-ഉം 2-ഉം എഴുതുന്ന ആളുകൾ എന്ത് ചെയ്യുക, അല്ലേ, കാറ്റഗറി 1-ഉം 2-ഉം എഴുതുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാറ്റഗറി 1 രാവിലെയാണ്, കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്കാണ്. അപ്പോൾ ടൈം 10 മണിയാണ്. അപ്പോൾ 10 മണി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ 10 മണിക്ക് ഓടിച്ചെന്ന് സ്കൂളിലെത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 9 മണിക്കെങ്കിലും നമ്മൾ എവിടെ എത്തിയിരിക്കണം, നമ്മുടെ സ്കൂളിൽ എത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ഇറങ്ങുക. അപ്പോൾ 2 മണിക്കാണോ ഉച്ചയ്ക്കാണോ എക്സാം, കാറ്റഗറി 2 ആണ്, ഉച്ചയ്ക്കല്ലേ എക്സാം, 2 മണിക്കല്ലേ എന്ന് പറഞ്ഞ് 2 മണിക്ക് എത്താമെന്ന രീതിയിലേക്ക് പോകരുത്. കാരണം വെക്കേഷൻ സമയമാണ്, അപ്പോൾ ഉച്ചനേരമാണ്. അപ്പം മിക്കവാറും എന്തായിരിക്കും, അത്യാവശ്യം ബസ്സൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ട് കൂടി അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബസ് കിട്ടാൻ വൈകുക, അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്കിവിടെ തരാം. ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ഹാൾ ടിക്കറ്റ്, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഹാൾ ടിക്കറ്റും കൊണ്ട് വേണം നിങ്ങൾ പോകാൻ. ആ ഹാൾ ടിക്കറ്റിൽ എന്തുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവിജിലേറ്റർ ഒപ്പ് വയ്ക്കണം. ഓക്കെ, നമ്മുടെ പരീക്ഷയിൽ ഹാൾ ടിക്കറ്റ് കൊണ്ട് പോയാൽ ആ ഹാൾ ടിക്കറ്റിൽ ആര് ഒപ്പ് വെച്ച് തരും, ഇൻവിജിലേറ്റർ ഒപ്പ് വെച്ച് തരും. അപ്പോൾ ആ ഇൻവിജിലേറ്റർ ഒപ്പ് വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആര് ശ്രദ്ധിക്കണം. അതായത് ഇൻവിജിലേറ്റർ എന്തായാലും ഒപ്പ് വെച്ച് തരും, എന്നിരുന്നാലും അത് ഒപ്പ് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുന്നത്, പരീക്ഷാർത്ഥിയുടെ, പരീക്ഷ എഴുതുന്ന ഒരാളുടെ
ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഹോൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ഇനി അങ്ങനെ അവർ ഒപ്പ് വെക്കാൻ മറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയുക ഇവിടെ ഒരു ഒപ്പ് വെക്കണം. അത് എന്തിനാണ് എന്നുള്ളത് നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വെരിഫിക്കേഷന് മുമ്പോ ഈ ഹോൾ ടിക്കറ്റ് ഇൻവിജിലേറ്റർ ഒപ്പുവെച്ച ഹോൾ ടിക്കറ്റ് ഹാജരാക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് കോപ്പി എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആ പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഇൻവിജിലേറ്ററുടെ ഒപ്പ് അവർ വെച്ച് തരും. നിങ്ങളതൊന്നും ഉണ്ടോ എന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ആ ഹോൾ ടിക്കറ്റ് കളയാനും പാടില്ല. പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ശരി ചെയ്യാനേ പാടില്ല. സൂക്ഷിച്ച് വെക്കുക നമുക്ക്, കാരണം ഈ പരീക്ഷ നമുക്ക് കിട്ടും അല്ലേ? യെസ്. അടുത്തത് ചോദ്യപേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം വായിക്കാം. ഓരോ ക്ലാസ് മുറികളിലും 4 സെറ്റ് ആൽഫ കോഡ് ചോദ്യപുസ്തകങ്ങളുണ്ടാവും. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നമുക്ക് ഓരോ കോഡ് ഉണ്ടാവും. എന്താണ് ആ കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ABCD എന്ന് പറഞ്ഞുള്ള ഒരു കോഡ് ഉണ്ടാവും. അതിൽ നമ്മളുടെ കോഡ് ഏതാണ് എന്നുള്ളത് നമ്മുടെ സീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ സീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കോഡ് പ്രകാരം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങാൻ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഓരോ കാറ്റഗറിയിലും ഓരോ ക്ലാസ്സിലും 4 കോഡ് ഉണ്ടാകും എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ ആ കോഡ് നമുക്ക് കിട്ടും. ആ കോഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങേണ്ടത്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലും പരീക്ഷ എഴുതുന്നവർക്ക് പാർട്ട് 1, 2, 3 എന്നിങ്ങനെ 3 വ്യത്യസ്ത ഭാഗങ്ങളുണ്ടാവും. 3 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കൈ കിട്ടും എന്നുള്ളതാണ്. ഈ 3 ഭാഗങ്ങൾക്കും ഒരേ സെറ്റ് ആൽഫ കോഡ് ചോദ്യപുസ്തകങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അതായത് നമ്മുടെ പരീക്ഷാ ഹാളിൽ പോയി കഴിഞ്ഞാൽ ആ ഹാളിൽ തീർച്ചയായിട്ടും A എന്ന് പറയുന്ന ഒരു സെറ്റ്, BCD എന്നുള്ള 4 ആൽഫ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പരീക്ഷാർത്ഥി എത്ര ക്വസ്റ്റ്യൻ പേപ്പർ എഴുതണം അല്ലേ? പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അപ്പോൾ ഈ പാർട്ട് 1ഉം 2ഉം 3ഉം എല്ലാം നമ്മൾ ഏത് കോഡാണോ, A കോഡാണെങ്കിൽ A കോഡ് തന്നെ ആയിരിക്കണം. കാരണം പാർട്ട് 1Aയും പാർട്ട് 2Bയും പാർട്ട് CDയും അങ്ങനെ ചെയ്യാനേ പാടില്ല. അത് നമുക്ക് തരുന്നത് വളരെ കൃത്യമായിട്ടായിരിക്കും തരിക. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ എക്സാമാണ്, നമ്മളാണിതിന്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് കൃത്യമല്ലേ അല്ലേ? ആൽഫ കോഡ് കറക്റ്റ് അല്ലേ? ചോദ്യ പേപ്പർ കിട്ടിയതെല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ആൽഫ കോഡുകൾ എല്ലാം പാർട്ട് 1ഉം 2ഉം 3ഉം എല്ലാം ഒരേതായിരിക്കണം, സെയിം ആയിരിക്കണം. നമ്മുടെ സീറ്റിലുള്ള അത് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എഴുതുന്നത് മുഴുവൻ തെറ്റും അല്ലേ? ഇനി ചോദ്യപുസ്തകങ്ങൾ ലഭിച്ചിരിക്കുന്ന അല്ലെ ആൽഫ കോഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയേണ്ടത്, എന്തെങ്കിലും ചോദ്യപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. ആ കിട്ടുന്ന സമയത്ത് അതൊന്ന് നന്നായിട്ട് മറിച്ച് നോക്കുക. ചോദ്യപുസ്തകത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ ഉടനെ തന്നെ അത് എന്ത് ചെയ്യണം? ഇൻവിജിലേറ്ററെ അറിയിക്കണം. ഇൻവിജിലേറ്ററിനെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്തു തരും? ഇൻവിജിലേറ്റർ നമുക്ക് ചോദ്യപേപ്പർ മാറ്റിത്തരും. ഓക്കെ, ഇനി ചോദ്യപേപ്പർ മാറ്റിത്തന്നു, നമ്മുടെ ഒരു A കോഡാണ് നമ്മുടേന്ന് വിചാരിക്കുക. അതിലെന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു, ഒരു ഭാഗത്ത് പ്രിന്റ് വന്നിട്ടില്ല, അല്ലെങ്കിൽ വായിക്കാൻ കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഭാഗം ബ്ലാങ്ക് ആണ്, അതിൽ ഇത്ര ചോദ്യങ്ങളില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻവിജിലേറ്ററെ പറയുന്നു, നമുക്ക് ഏതാണോ നമ്മുടെ കോഡ് അതേ കോഡ് തന്നെ നമ്മൾ വാങ്ങിയിട്ട് പരീക്ഷ എഴുതണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഉത്തരക്കടലാസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ തെറ്റ് വരുത്താൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത് കേട്ടോ. കടലാസുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഉത്തരക്കടലാസിൽ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടാവും. ആ ഉത്തരക്കടലാസിൽ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടും. അത് നിർബന്ധമായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന പേന നീല അല്ലെങ്കിൽ കറുപ്പ്, ഓക്കെ, ബോൾ പോയിന്റ് പേന ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഉത്തരക്കടലാസിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തിയാലും ഉടനെ അതും എന്ത് ചെയ്യണം? മാറ്റി വാങ്ങണം. ഓക്കെ, ഉത്തരക്കടലാസിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തിയാലും അത് മാറ്റി വാങ്ങണം. ചോദ്യപേപ്പറിൽ എന്തെങ്കിലും മാറ്റം കണ്ടാലും എന്ത് ചെയ്യണം? നമ്മൾ ഇൻവിജിലേറ്ററിനെ അറിയിക്കണം, മാറ്റി വാങ്ങണം. ആൽഫ കോഡുകളെല്ലാം പാർട്ട് 1നും 2നും 3ക്കും ഒക്കെ ഒന്ന് തന്നെയാണോ ഒന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്റർ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഇനി ഉത്തരക്കടലാസ് ഒരു കാരണവശാലും മടക്കാനോ ഉത്തരക്കടലാസിൽ എന്തെങ്കിലും കുത്തിക്കുറിക്കാനോ പാടില്ല. ഓക്കെ, ഉത്തരക്കടലാസ് നമ്മൾ മടക്കി വെക്കാനോ
അതിലെന്തെങ്കിലും കുത്തിക്കുറിക്കാനോ പാടില്ല എന്നുള്ളതാണ്. ഇനി അതിൽ ഉത്തരക്കടലാസിൽ OMR ഷീറ്റിൽ നമ്മുടെ പേര്, റോൾ നമ്പർ, ചോദ്യപുസ്തകത്തിൻ്റെ മുൻപിൽ കൊടുത്തിട്ടുള്ള ചോദ്യ സെറ്റിൻ്റെ കോഡ് എന്നിവ ഉത്തരക്കടലാസിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് പൂരിപ്പിക്കണം. അപ്പോൾ ഉത്തരപേപ്പറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരപേപ്പറിൽ നമ്മൾ എന്തൊക്കെ എഴുതണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെന്തൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പേര് വരും. നമ്മുടെ പേര് വരുന്നുണ്ട്. പേര് വരുന്നുണ്ട്, റോൾ നമ്പർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ചോദ്യ സെറ്റ് കോഡ് A ആണോ B ആണോ C ആണോ എന്നുള്ള കോഡ് നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇനി വേറൊരു കാര്യം കറുപ്പ് അല്ലെങ്കിൽ നീല ബോൾ പോയിന്റ് പേന ഉപയോഗിച്ച് തൻ്റെ ഒപ്പ് നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തണം. OMR ഷീറ്റിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ OMR ഷീറ്റിൽ കറുപ്പ് അല്ലെങ്കിൽ നീല ബോൾ പോയിന്റ് പെന്ന് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബബിൾ ചെയ്യേണ്ടത്. ആ ബബിൾ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ബബിൾ ചെയ്യണം, പൂർണ്ണമായിട്ടും കറുപ്പിക്കണം എന്നുള്ളതാണ്. സർക്കിൾ എന്ത് ചെയ്യണം, പൂർണ്ണമായും കറുപ്പിക്കണം എന്നുള്ളതാണ്. നമുക്ക് OMR ഷീറ്റ് കാണിച്ചു തരാം. ഇനി ഉത്തരക്കടലാസിൽ, അതായത് ഉത്തരക്കടലാസിലെ OMR ഭാഗത്ത് 1, 2, 3 എന്നിങ്ങനെ ഭാഗങ്ങളുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഉത്തരക്കടലാസിൽ 1, 2, 3 എന്നുള്ള ഭാഗങ്ങളുണ്ട്. ആ 1, 2, 3 ഭാഗങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളാണോ നമ്മൾ ഓൺലൈൻ അപേക്ഷ അയച്ച സമയത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ബബിൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഞാൻ OMR ഷീറ്റിൻ്റെ ഒരു മാതൃക കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ OMR ഷീറ്റ് എന്ന് വിചാരിക്കുക വിചാരിക്കുകയല്ല, ഇത് തന്നെയാണ് നമ്മുടെ OMR ഷീറ്റ്. അതിൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എഴുതാം. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം അല്ലേ. ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മളിങ്ങനെ എഴുതുന്നു. ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മളിങ്ങനെ എഴുതുന്നു. ഇവിടെ നമ്മുടെ പേര് എഴുതുന്നു. പിന്നെ റോൾ നമ്പർ, നമ്മുടെ ഹോൾ ടിക്കറ്റിൽ റോൾ നമ്പർ ഉണ്ട്. ആ റോൾ നമ്പർ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ്, 1, 2, 3, 4, 5, 6. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ റോൾ നമ്പർ ഉണ്ട്. ഇപ്പോൾ 1ൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായും കറുപ്പിക്കണം. പക്ഷേ ഇതിപ്പോൾ ഞാൻ റെഡിലാണ് കാണാൻ വേണ്ടിയിട്ടാണ്, നീല അല്ലെങ്കിൽ ബ്ലാക്ക്. കറുപ്പ് അല്ലെങ്കിൽ നീല മഷി കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ബോൾ പോയിന്റ് പെന്നാണ്. അപ്പോൾ 1 കറുപ്പിച്ചു. ഇനി ഇവിടെ 2 ആണ് കറുപ്പിക്കേണ്ടത്. പിന്നെ ഇവിടെ 3 ആണ് കറുപ്പിക്കേണ്ടത്. ഞാനൊരു ഉദാഹരണമാണ് ചെയ്യുന്നത്. 4 ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഫുള്ളായിട്ട് കറുപ്പിക്കണം. 6 വരും. തെറ്റാതെ കറുപ്പിക്കുക, സമയം കിട്ടും. തീർച്ചയായിട്ടും സമയമുണ്ട്. ഇത്രയൊന്നും സ്പീഡാവേണ്ട കാര്യമില്ല. ഇനി അതുപോലെ നമ്മുടെ ബുക്ക്ലെറ്റ് നമ്പർ ഉണ്ടാവും. എവിടെ ബുക്ക്ലെറ്റ് നമ്പർ ഉണ്ടാവും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ബുക്ക്ലെറ്റ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ചെയ്യണം. ഇതേപോലെ ബുക്ക്ലെറ്റ് നമ്പർ എഴുതണം. പിന്നെ സെറ്റ് ഏതാണ് നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്, ആൽഫ കോഡ് ഉണ്ടല്ലോ, അതിപ്പോൾ C ആണെന്നുണ്ടെങ്കിൽ സെറ്റ് C. അപ്പോൾ Cൻ്റെ താഴെ തന്നെ ഇവിടെ കറുപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കറുപ്പിക്കാനുള്ളത് കറുപ്പിച്ചിരിക്കണം. ഇനി ഇവിടെ നമ്മുടെ ഒപ്പ് വെക്കണം, ഇവിടെ ഒപ്പിടണം. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇത് എന്താണ്, നമുക്ക് ചെയ്യാനുള്ള, പൂരിപ്പിക്കാനുള്ള കാര്യമാണ്. ഇവിടെ ഇൻവിജിലേറ്ററിൻ്റെ സൈനാണ്, നമ്മളൊന്നും ചെയ്യേണ്ട. അവർ ഇൻവിജിലേറ്റർ വന്ന് നമുക്കത് എന്ത് ചെയ്ത് തരും, ചെയ്തു തരും. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അവിടെ എന്തൊക്കെ വരും, പേര് വരും, റോൾ നമ്പർ വരും, ബുക്ക്ലെറ്റ് നമ്പർ വരും, സെറ്റ് വരും. പിന്നെ നമുക്കവിടെ എന്ത് ചെയ്യാനുണ്ട്, സൈൻ ചെയ്യാനുണ്ട്. ഇനി ഇവിടെ വെളിയിൽ കുറേ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കണക്കൊക്കെ ചെയ്ത് നോക്കാം. റഫ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പാടില്ല എന്നുള്ളതാണ് നമ്മളവിടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. ഇതൊന്ന് ഞാൻ മായ്ക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എഴുതിയത് മായ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ OMR ഷീറ്റിൽ എന്തുണ്ട്, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുണ്ട്. അപ്പോൾ ആ പാർട്ട് 1നെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പാർട്ട് 1ൽ പറയുന്ന സമയത്ത് ഇത് കാറ്റഗറി 1ൻ്റെ കേസാണ്. അതുകൊണ്ട് തന്നെ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 3 പാർട്ട് ഉണ്ടല്ലോ, അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് 1 ആ പാർട്ട് 1 എന്ന് പറഞ്ഞ ഭാഗത്ത് വേണം നമ്മൾ എഴുതാൻ. പാർട്ട് 1ൽ ആദ്യത്തെ 30 ചോദ്യം സൈക്കോളജിയുടെയാണ് കാറ്റഗറി 1ൻ്റെ കേസിൽ. അപ്പോൾ അതിൽ കാറ്റഗറി 1ൻ്റെ ഈ ഒരു ഭാഗത്താണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുള്ള 30 ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്ഥലം തന്നിട്ടുണ്ട്. ഇനി പാർട്ട് 1ൽ തന്നെ കാറ്റഗറി 1ൽ വരുന്ന 31 മുതൽ 60 വരെ എന്തായിരിക്കും, മാത്സ് ആയിരിക്കും. അത് നമുക്കിവിടെ എഴുതാനുള്ള സ്ഥലമുണ്ട്. ഇനി ഇവിടെ നോക്കുക, പാർട്ട്
2-ന്റെ പാർട്ട് 1-ൽ തന്നെ ഒരു ഭാഗം കൂടിയുണ്ട്, എൻവിറോൺമെൻറ്റൽ സയൻസ് 61 മുതൽ 90 വരെ എഴുതാനുള്ള സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കറുപ്പിക്കേണ്ടത്. കാറ്റഗറി 1-ൽ പാർട്ട് 1 ഇവിടെയാണ്. അത് നമ്മൾ അവിടെ വേറെ ഒന്നുമില്ല, ചോദ്യ നമ്പറിന് നേരെ നമ്മൾ കറുപ്പിച്ചാൽ മാത്രം മതി, അത് അത്രയേ ഉള്ളൂ. എന്നാൽ പാർട്ട് 2 അവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓൺലൈൻ എക്സാം, ഓൺലൈനിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ചൂസ് എനി വൺ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ലാംഗ്വേജ് 1 നിങ്ങളുടെ നമ്മുടെ ഹോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലാംഗ്വേജ് പേപ്പർ 1, ലാംഗ്വേജ് പേപ്പർ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ലാംഗ്വേജ് 1 നിങ്ങൾ മലയാളമാണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മലയാളം തന്നെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, കറുപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കറുപ്പിക്കണം. ഇത് കറുപ്പിക്കാതെ ഇവിടെ എന്ത് നിങ്ങൾ ഫുൾ എഴുതിയാലും മാർക്ക് കിട്ടില്ല, അസാധുവാകും, നിങ്ങൾ തോൽക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇത് ഒരുപാട് പേര് മിസ് ചെയ്യാറുണ്ട്. സാറേ ചൂസ് എനി വൺ എന്നുള്ളത് ഞാൻ രേഖപ്പെടുത്തിയില്ല. ഇതെല്ലാം രേഖപ്പെടുത്തി, അതൊക്കെ എനിക്ക് കിട്ടും, അതിലൊക്കെ എനിക്ക് മാർക്കുണ്ട്, ഒരു 20 മാർക്ക് 25 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് ചെയ്തില്ല എന്ന് പറയും. ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നമാണ്. കാരണം ഇത് ഉണ്ടെങ്കിലേ നമ്മൾ എഴുതിയത് മലയാളമാണോ ഇംഗ്ലീഷാണോ എന്ന് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് വാല്യുവേഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് എന്ന് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത ലാംഗ്വേജ്, അത് മറന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഹോൾ ടിക്കറ്റിൽ അതുണ്ട്, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ലാംഗ്വേജ് 1 മലയാളം അല്ലെങ്കിൽ ലാംഗ്വേജ് 1 ഇംഗ്ലീഷ് എന്നായിരിക്കും. ചിലപ്പോൾ അവർ കന്നഡ കൊടുത്തിട്ടുണ്ടെങ്കിൽ കന്നഡ തന്നെ എഴുതണം, അല്ലെങ്കിൽ കൊടുത്തത് എഴുതിയില്ലെങ്കിൽ തെറ്റും, അതിലൊരു സംശയവും വേണ്ട. ഇനി പാർട്ട് 2 എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പേപ്പർ 1 ആണ്. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ് എഴുതിയിട്ടുണ്ട് ഇവിടെ, ലാംഗ്വേജ് പേപ്പർ 2. ഞാനിപ്പോൾ ഇവിടെ വരച്ചതുപോലെയൊന്നും അവിടെ ഒന്നും നിങ്ങൾ ചെയ്യരുത്, റഫ് വർക്കുകൾ ഒന്നും പാടില്ല, നിർദ്ദിഷ്ട സ്ഥലത്ത് രേഖപ്പെടുത്തുക, അതല്ലെങ്കിലും അസാധുവാകും. ഓക്കെ, പാർട്ട് 3 എന്താണ്? ഒന്നുമില്ലെങ്കിൽ ഇവിടെ മലയാളം കൊടുത്ത സ്ഥിതിക്ക് ഇവിടെ മാത്രമേ മലയാളം ഓപ്ഷൻ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും കാറ്റഗറി 1 മലയാളമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ പാർട്ട് 3 ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, ഇനിയിപ്പോൾ അറബി കൊടുത്തവരുണ്ടെങ്കിൽ അറബി. ഞാനിപ്പോൾ ഇങ്ങനെ കറുപ്പിക്കുന്ന സമയത്ത് വെളിയിലൊക്കെ പോയി അങ്ങനെയൊന്നും പോവാതെ ആ സർക്കിളിനകത്ത് തന്നെ, ആ ബബിളിനകത്ത് തന്നെ കറുപ്പിക്കുക. ഇത് കാറ്റഗറി 1 ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി കാറ്റഗറി 2 എന്തൊക്കെ ശ്രദ്ധിക്കണം? കാറ്റഗറി 2 സംബന്ധിച്ചും ഇവിടെ എന്തുണ്ട്? റോൾ നമ്പർ, പേര് എഴുതണം, പേര് ബോൾഡ് ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. റോൾ നമ്പർ ഹോൾ ടിക്കറ്റിലുണ്ട്, ആ റോൾ നമ്പർ എഴുതണം. ബുക്ക്ലെറ്റ് നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും, അത് എഴുതണം. എ കോഡാണോ ബി കോഡാണോ സി കോഡാണോ ഡി കോഡാണോ ആൽഫ കോഡ് എഴുതണം അല്ലേ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരൊന്നും നമ്മുടെ കോഡായിരിക്കില്ല. അപ്പോൾ നമ്മുടെ കോഡ് നമ്മൾ എഴുതുക. എയോ ബിയോ സിയോ ഡിയോ. കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ നമ്മുടെ എഴുതാനുള്ള നമ്മുടെ സൈൻ ഇടണം. ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഇൻവിജിലേറ്റർ വന്ന് ഒപ്പുവെക്കും. ഇനി ഇവിടെ നോക്കണം, ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. യൂസ് സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഫോർ 1, 2, 3 പാർട്ട് 1, 2, 3. അതെന്താ? പാർട്ട് 1 എയും പാർട്ട് 2 ആൽഫ കോഡ് ബി ഒന്നും ആവാൻ പാടില്ല. എല്ലാം എ ആണെങ്കിൽ എല്ലാം എ. ഇനി ആ എ ആണെങ്കിൽ ഇവിടെ അത് എ തന്നെ ആയിരിക്കണം അല്ലേ? ഇവിടെ എ തന്നെ ആയിരിക്കണം, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി പാർട്ട് 1 എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് നോക്കാം. പാർട്ട് 1 കാറ്റഗറി 2 പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോഗി, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയാണ്. അത് നമുക്കൊന്നും ചെയ്യാനില്ല. അതിൽ ആദ്യത്തെ 30 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നു. പിന്നെയാണ് കാറ്റഗറി 2 ഓൺലൈൻ സമയത്തൊന്നും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെയ്യാത്തൊരു കാര്യം ഇവിടെ നിന്ന് നമ്മൾ ചൂസ് ചെയ്യണം. മാത്തമാറ്റിക്സ് ആണോ സോഷ്യൽ സയൻസ് ആണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇവിടെ തിരഞ്ഞെടുക്കണം. ഇനി ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഞാൻ മാത്സ് അങ്ങോട്ട് തിരഞ്ഞെടുത്തു, സയൻസ് ആൻഡ് മാത്സ് അങ്ങോട്ട് തിരഞ്ഞെടുത്തു. സയൻസ് ആൻഡ് മാത്സ് അങ്ങോട്ട് തിരഞ്ഞെടുത്തിട്ട് ചോദ്യ പേപ്പർ നോക്കി, സയൻസ് ആൻഡ് മാത്സ് ഒരു പിടിയില്ല. സോഷ്യൽ നോക്കിയപ്പോൾ എനിക്ക് എല്ലാം അറിയാം എന്ന് വെച്ച് ഞാനിവിടെ സോഷ്യലിൻ്റെ ഉത്തരം എഴുതി എന്താവും? തെറ്റും. നിങ്ങൾ ഏതാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏതാണോ തയ്യാറെടുത്തിട്ടുള്ളത്, ആ ചോദ്യ പേപ്പർ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഓൺലൈൻ സമയത്തൊന്നും അപേക്ഷിച്ചിട്ടില്ല. ഇത് ഈ പാർട്ട് 1 അത് നിങ്ങൾ അപ്ലൈ ചെയ്തവർക്കറിയാം. സയൻസ് ആണോ സോഷ്യലാണോ എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തില്ല, അത് പരീക്ഷാ ഹാളിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മതി. ഇവിടെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നിങ്ങൾ പഠിച്ചത് തന്നെ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. അതങ്ങനെ 90 ക്വസ്റ്റ്യൻ, 31 മുതൽ 90 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? 60 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ്. ഇനി നേരെ എവിടേക്ക് പോവുകയാണ്? പാർട്ട് 2 പോവുകയാണ്. പാർട്ട് 2 പോവാം. പാർട്ട് 2 പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
പാർട്ട് 2 നമ്മൾ ഓൺലൈൻ അപേക്ഷ സമയത്ത് ലാംഗ്വേജ് പേപ്പർ 1 ആണ് ഈ പാർട്ട് 2 എന്ന് പറയുന്നത്. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് എന്താണോ കൊടുത്ത്, മലയാളം കൊടുത്തിട്ടുണ്ടെങ്കിൽ മലയാളം തന്നെ ഇവിടെ എന്ത് ചെയ്യണം, കറുപ്പിക്കണം. അവിടെ നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് പേപ്പർ കറുപ്പിച്ചാൽ അസാധു, ഇതിലൊരു സംശയവും വേണ്ട. അതേപോലെ ഇവിടെയും പാർട്ട് 3 ലാംഗ്വേജ് പേപ്പർ 2 ഇവിടെ മലയാളം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇതാണ് കാറ്റഗറി 2കാർ ശ്രദ്ധിക്കേണ്ടത്. ഇനി കാറ്റഗറി 3കാരാണെന്നുണ്ടെങ്കിൽ OMR ഷീറ്റ് ഒന്ന് നോക്കുക. കാറ്റഗറി 3ൻ്റെയും ഇതേപോലെ തന്നെ പാർട്ട് 1 2 ഒക്കെ ഉണ്ട്. ഇവിടെ പേര് എഴുതണം, റോൾ നമ്പർ എഴുതണം, ബുക്ക്ലെറ്റ് എഴുതണം, ആൽഫ കോഡ് എഴുതണം, കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഉണ്ടാവണം. പാർട്ട് 1ൻ്റെ കേസ് എടുത്താൽ പാർട്ട് 1ൽ നമുക്ക് എന്തുണ്ട്, ഒരു 40 ചോദ്യം നമ്മുടെ അഡോളസെന്റ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള 40 ചോദ്യം, തിയറീസും ആയിട്ടുള്ള സൈക്കോളജിയുടെ ഭാഗം 40 ചോദ്യമുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. അതിൽ വേറെ ഒന്നുമില്ല, 1 തൊട്ട് 40 വരെയും ഒന്നും വിടരുത്, എഴുതുക. ഇനി പാർട്ട് 2 എത്തുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. ഈ പാർട്ട് 2 ഏതാ, ലാംഗ്വേജ് പേപ്പർ. അത് നിങ്ങൾ എവിടെ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണം, ലാംഗ്വേജ് പേപ്പർ വേണം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, കറുപ്പിക്കുന്നു. മലയാളം കൊടുത്തവർ മലയാളം, ഇംഗ്ലീഷ് കൊടുത്തവർ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ നമ്മൾ കറുപ്പിക്കുന്നു. പലരും വിട്ടുപോകുന്ന കാര്യം ഇവിടെയാണ്. പാർട്ട് 3ൻ്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഞാനിപ്പോൾ സോഷ്യൽ സയൻസാണ്, അപ്പോൾ ഞാൻ സോഷ്യൽ സയൻസ് എഴുതാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ സയൻസ് എഴുതി. പക്ഷേ ഇവിടെ ഒരു ഭാഗമുണ്ട്, ചൂസ് എനി വൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, ഉറുദു, സാൻസ്ക്രിറ്റ്, തമിഴ്, കന്നഡ, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്. ഇതിലേതാണോ എന്ന് നമ്മൾ കൊടുക്കാതെ, ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസ് ഞാൻ കറുപ്പിക്കാതെ, ആൻസർ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. ഇത് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. എന്നിട്ട് വേണം ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ. ക്ലിയർ ആണോ? എന്നിട്ട് വേണം ഞാൻ അവിടെ ചെയ്യാൻ. ഇതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പാർട്ട് 4ൻ്റെ കേസ്, കാറ്റഗറി 4ൻ്റെ കേസിലും ഇത് തന്നെയാണ് ഇവിടെ വരിക. ഇതിൽ നമ്മുടെ പേര്, റോൾ നമ്പർ, ബുക്ക്ലെറ്റ് കാര്യങ്ങളൊക്കെ എഴുതണം. ഇവിടെ എന്ത് വരും, നമ്മുടെ പാർട്ട് 1 അത് സൈക്കോളജിയുടെ ഭാഗമാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഭാഗമാണ്. ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തത് നിങ്ങളിവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, അതുപോലെ പാർട്ട് 3യിലും അതുപോലെ തന്നെയാണ്. നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അതിനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അങ്ങനെ, സ്വിമ്മിങ് ആണെങ്കിൽ അങ്ങനെ. അത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിനനുസരിച്ച് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യത്തെ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ OMR ഷീറ്റ് അസാധു ആവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? ലാംഗ്വേജ് പേപ്പർ നിങ്ങൾ എന്താണോ കൊടുത്ത് അത് തന്നെ ഇവിടെ ചൂസ് ചെയ്യണം. സബ്ജക്ട് പേപ്പർ കാറ്റഗറി 3യെ സംബന്ധിച്ച് സബ്ജക്ട് പേപ്പർ ചൂസ് ചെയ്യാതിരിക്കരുത്. OMR ഷീറ്റ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടാം. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ OMR ഷീറ്റിൻ്റെ സാമ്പിൾ കോപ്പി നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. ഇനി അടുത്ത കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. പിന്നെ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ OMR ഷീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു കാർബൺ കോപ്പി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. OMR ഷീറ്റിൻ്റെ കാർബൺ കോപ്പി നമുക്ക് ലഭിക്കും. ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയ ഒറിജിനലാണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്, ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കേണ്ടത് എന്നുള്ളത് കേട്ടോ. അത് മാത്രമാണ് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കുക, ഓൺലൈൻ അപേക്ഷാ സമർപ്പണ സമയത്ത് തിരഞ്ഞെടുത്ത വിഷയങ്ങൾ മാത്രമേ പരീക്ഷാ സമയത്തും തിരഞ്ഞെടുക്കാവൂ. അല്ലെങ്കിൽ OMR ഷീറ്റ് അസാധുവും, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ കാറ്റഗറി 2 വരെ സംബന്ധിച്ച് സോഷ്യൽ വേണോ സയൻസ് വേണോ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തില്ല, തിരഞ്ഞെടുക്കേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്തല്ല, പരീക്ഷാ ഹാളിലാണ്. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിലും തെറ്റും കേട്ടോ. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പാർട്ട് 1 അല്ലേ, പാർട്ട് 2ഉം പാർട്ട് 3യിലും ഭാഷകൾ നമ്മൾ ഓൺലൈൻ സമയത്ത് എന്താണോ തിരഞ്ഞെടുത്തത് അതിൽ ചൂസ് എനി വൺ എന്ന് പറഞ്ഞ കോളം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഞാൻ കാണിച്ചു തന്നില്ലേ, OMR ഷീറ്റ് കാണിച്ചു തന്നില്ലേ, അത് തന്നെയാണ് പാർട്ട് 2ൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. പിന്നെ കാറ്റഗറി 2ൻ്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്, പാർട്ട് 1 മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഓൺലൈൻ അപേക്ഷാ സമയത്ത് പരീക്ഷാർത്ഥിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതല്ല. ഇത് ചോദ്യ പേപ്പറിൽ തന്നിട്ടുള്ള 2 വിഷയങ്ങൾ ഏത് വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, പരീക്ഷാ ഹാളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ
ഓക്കെ, ഇതൊക്കെയാണ് ജനറൽ നിർദ്ദേശങ്ങൾ, പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ. ഇനി മറ്റ് നിർദ്ദേശങ്ങൾ ഞാനൊന്ന് പറയാം. ഹോൾ ടിക്കറ്റ് നമുക്ക് ഉണ്ടാവണം, ഹോൾ ടിക്കറ്റും കൊണ്ട് പോകണം. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ID, ഇപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇനി ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം, ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. സമയമില്ല, ഇന്ന് തന്നെ. ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ 29-നല്ലേ പരീക്ഷ, അന്ന് കാലത്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പോകാൻ പാടില്ല. കാരണം ഹോൾ ടിക്കറ്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഇന്ന് ചെയ്താൽ നോക്കിയാലേ ഒരു വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് നമുക്ക് സാധനം കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ പരീക്ഷ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പറയാം. പരീക്ഷ തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് പരീക്ഷ കേന്ദ്രത്തിലെത്തണം. 30 മിനിറ്റ് എന്നുള്ളത് നമ്മൾ 1 മണിക്കൂർ മുമ്പ് എത്തുക കേട്ടോ. അതിൽ വേറെ ഒരു സംശയവും വേണ്ട. പിന്നെ ഹോൾ ടിക്കറ്റിനൊപ്പം അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഓൺലൈനായി നൽകിയ തിരിച്ചറിയൽ കാർഡിൻ്റെ അസല് പരീക്ഷാ ഹാളിൽ പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഏതാണോ കൊടുത്തത് അതെടുത്തിട്ട് പോവുക കേട്ടോ. ആധാർ ആണെങ്കിൽ ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, സോഷ്യൽ വെൽഫെയർ വകുപ്പിൻ്റെ ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന തിരിച്ചറിയൽ കാർഡ്, ദേശസാൽകൃത ബാങ്കുകൾ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, അല്ലെങ്കിൽ ഗവൺമെൻറ് ജീവനക്കാരാണെങ്കിൽ അതാത് വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, അതുപോലെ തന്നെ ആധാർ, ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകണം. പരീക്ഷാ സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറെ ഒരു പേപ്പറും കൊണ്ടും പോകാൻ പാടില്ല. പരീക്ഷാ ഹാളിൽ വളരെ മാന്യത നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അതല്ലാത്ത പക്ഷം നമ്മളെ അയോഗ്യരാക്കാൻ ഇൻവിജിലേറ്ററിന് അധികാരമുണ്ട് എന്നുള്ളതാണ്. പരീക്ഷ കഴിയാതെ പരീക്ഷാ ഹാളിൽ നമുക്ക് ഇറങ്ങി പോകാൻ കഴിയില്ല, അത് വേറൊരു കാര്യം. പിന്നെ മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച്, മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും വെക്കാൻ കഴിയില്ല. അപ്പോൾ അതൊന്നും കെട്ടിപ്പോവരുത്. അടുത്ത കാര്യം, പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാജർ, നമുക്കൊരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. അവിടെ ആ ഹാജർ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പുവെക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് നിർബന്ധമാണ്. പിന്നെ OMR ഷീറ്റ് അസാധുവാകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. കാറ്റഗറി 3ൻ്റെ സമയത്ത് പാർട്ട് 2-ൽ ഒരു ഭാഷയും നമ്മൾ സെലക്ട് ചെയ്യണം. അക്കാദമിക് വിഷയം, സബ്ജക്റ്റും അത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് നമ്മൾ ഓൺലൈൻ അപേക്ഷിച്ച സമയത്ത് എന്താണോ അത് തന്നെ ചെയ്യുക. ഓക്കെ, അത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ മോഡൽ OMR സാമ്പിൾ, ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഇത് പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ OMR ഷീറ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ ആരോഗ്യം നോക്കുക. പരീക്ഷയ്ക്ക് തലേ ദിവസം നന്നായിട്ട് ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിച്ച് നേരെ പരീക്ഷ എഴുതാൻ പോവുക. ഓക്കെ ആയിട്ട് പരീക്ഷ എഴുതാൻ പോവുക. അതായത് റെസ്റ്റ് റൂമിലൊക്കെ പോയി നിങ്ങൾ കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് വേണം പരീക്ഷാ ഹാളിൽ കയറുക. അതിനാണ് ഞാൻ പറഞ്ഞത് 1 മണിക്കൂർ മുമ്പൊക്കെ കയറുക. ഇനി പരീക്ഷയാണെന്ന് പറഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാതെ അതിനകത്ത് പോയി തലകറങ്ങി വിശക്കുന്ന അങ്ങനെയുള്ളൊരു പരിപാടിക്ക് പോകാൻ നിൽക്കരുത്. വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. പരീക്ഷയ്ക്ക് പോകുന്നത്, അതിൽ ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കുക. തലേ ദിവസം ഒരുപാട് വായിച്ച് കുളമാക്കാൻ നിൽക്കരുത്. വളരെ സമാധാനമായിട്ട് പോയി എഴുതുക. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ TTCയും B.Edും ഒക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ പരീക്ഷ പാസ്സാകുക എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ടെൻഷൻ ഒഴിവാക്കി പരീക്ഷ എഴുതുക, വിജയിക്കാൻ പറ്റും. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം, ID കാർഡ് കൊണ്ടുപോകണം അല്ലേ, ഒരു പേന, ബോൾ പോയിൻറ്റ് പേന കൊണ്ടുപോകണം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോവുക. ഹോൾ ടിക്കറ്റിൽ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. OMR ഷീറ്റ് തരുമ്പോൾ അതിൽ കുറച്ച് നിർദ്ദേശങ്ങൾ തരും. എന്ത് സംശയം ഉണ്ടെങ്കിലും, അങ്ങനെ അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, കറുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും, ഇൻവിജിലേറ്റർ. ആ ആളോട് ചോദിക്കുക, മനസ്സിലാക്കുക. നമുക്കൊരു ഹാജർ ബുക്കിൽ ഒപ്പുവെക്കാനുണ്ടാവും. നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ആരൊപ്പ് വെച്ച് തരും? ഇൻവിജിലേറ്റർ ഒപ്പുവെച്ച് തരും. ഓക്കെ, അതൊക്കെ കിട്ടുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.